നിരവധി ദുരൂഹതകൾക്കും വിവാദങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയ ചമ്പായ് സോറൻ ആരാണ്? ഹേമന്ത് സോറൻ സർക്കാരിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ചമ്പായ് സോറൻ. ജാർഖണ്ഡിന്റെ കടുവ. 1990കളിൽ പ്രത്യേക ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നതിലുള്ള പോരാട്ടത്തിലെ പ്രധാനി. അതുകൊണ്ട് തന്നെയാവാം ജാർഖണ്ഡിന്റെ കടുവ എന്ന വിളിപ്പേര് ലഭിച്ചതും. ഒരു സാധാരണ കാർഷിക കുടുംബത്തിൽ ജനിച്ച് സർക്കാർ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചു വന്ന വ്യക്തി. ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായി യോജിച്ചുകൊണ്ട് പ്രത്യേക ജാർഖണ്ഡ് എന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും തുടക്കമാകുന്നത്. 1991 സറൈക്കേല നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഉപതെരഞ്ഞെടുപ്പിലൂടെ ചമ്പായ് സോറൻ സ്വതന്ത്ര MLA ആയി തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. അവിടെയാവാം ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ പുതിയൊരു രൂപം സോറനിൽ തുന്നിച്ചേർക്കപ്പെടുന്നത്. പ്രമുഖ ആദിവാസി നേതാവെന്ന രാഷ്ട്രീയക്കാരനാണ് ചമ്പായ് സോറൻ. JMM പ്രസിഡന്റ് ഷിബു സോറന്റെ വിശ്വസ്തനായ നേതാവ്. സറൈക്കേലയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത് സ്വതന്ത്രനായി പ്രവർത്തിക്കുകയായിരുന്നു സോറൻ. പിന്നീട് JMMലേക്ക്. ജാർഖണ്ഡിന്റെ 12ാമത് മുഖ്യമന്ത്രിയായിട്ടാണ് ചമ്പായ് സോറൻ എത്തിയിരിക്കുന്നത്. 1991 മുതൽ 3 പതിറ്റാണ്ടിലേറെയായി സറൈക്കേല നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമാണ് ചമ്പായ് സോറൻ. ഈസ്റ്റ് സിംഗ്ഫും വെസ്റ്റ് സിംഗ്ഫും സറൈക്കേല ഗർസവൻ ജില്ലകളും ഉൾപ്പെട്ട മേഖല. 2010 സെപ്റ്റംബർ മുതൽ 2013 ജനുവരി വരെ സയൻസ് ആൻഡ് ടെക്നോളജി, ലേബർ, ഹൗസിംഗ്, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, ഗതാഗത മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിരുന്നു. 2000 ബീഹാറിന്റെ തെക്കൻ ഭാഗത്തു നിന്ന് ജാർഖണ്ഡ് വിഭജിക്കപ്പെടുന്നതിന് മുൻപാണ് 1995 സംസ്ഥാന തെരഞ്ഞെടുപ്പിലും ബീഹാർ നിയമസഭയിലും സറൈക്കേല മണ്ഡലത്തിൽ നിന്നും ചമ്പായ് സോറൻ വിജയിച്ചത്. ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കിയാൽ പാർട്ടി പിളരുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ചമ്പായ് സോറന് നറുക്കുവീഴുന്നത്. 1956 നവംബറിൽ ജാർഖണ്ഡിലെ സറൈക്കേല ഗർസവൻ ജില്ലയിലെ ജിലിംകോര ഗ്രാമത്തിൽ ജനിച്ച ചമ്പായ് സോറന് മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസമാണുള്ളത്. പേരിൽ സോറൻ ഉണ്ടെങ്കിലും ഹേമന്ത് സോറനുമായി അദ്ദേഹത്തിന് കുടുംബപരമായി ബന്ധമൊന്നും തന്നെയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെ തുടർന്ന് ഹേമന്ത് സോറൻ രാജിവെച്ചതിന് പിന്നാലെയാണ് പിൻഗാമിയായി JMM നേതാവ് ചമ്പായ് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് അലാംഖീർ അലനും RJDയിൽ നിന്ന് സത്യാനന്ദ ഭോക്തിയും ക്യാബിനറ്റ് മന്ത്രിമാരായി ചമ്പായ് സോറനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനാണ് ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 41 MLAമാരുടെ പിന്തുണയാണ് സർക്കാരിന് വേണ്ടത്. JMM, കോൺഗ്രസ്, RJD സഖ്യ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന 43 MLAമാരുടെ പട്ടിക മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച JMM നിയമസഭാ കക്ഷി നേതാവ് ചമ്പായ് സോറനെ തുടക്കത്തിൽ ക്ഷണിക്കാതെ ഗവർണർ നടപടി വൈകിപ്പിച്ചിരുന്നു. സർക്കാർ രൂപീകരണത്തിന് ക്ഷണം വൈകുന്നത് മുതലാക്കി BJP ചാക്കിട്ടുപിടുത്തം നടത്തിയേക്കുമെന്ന ആശങ്കയിൽ 43 MLAമാരെ ചാർട്ടേഡ് വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് അയക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് അത് സാധ്യമായിരുന്നില്ല. എന്നാൽ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് ചമ്പായ് സോറൻ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്.